റിപ്പോർട്ട് ബ്രേക്കിംഗ്. കൊച്ചി തീരത്ത് അപകടത്തിൽപ്പെട്ട MSC എൽസ കപ്പലിലെ ജീവനക്കാർ രാജ്യത്ത് തുടരുന്നു. കപ്പലിന്റെ ക്യാപ്റ്റൻ അടക്കം DG ഷിപ്പിംഗിന്റെ നിരീക്ഷണത്തിലാണ്. കപ്പൽ ജീവനക്കാരെ ഉടൻ ചോദ്യം ചെയ്യുമെന്ന് കോസ്റ്റൽ പോലീസ് അറിയിച്ചു. രക്ഷാദൌത്യത്തിലേർപ്പെട്ട നേവി, കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥരുടെയും മൊഴിയെടുത്ത ശേഷമാകും ചോദ്യം ചെയ്യൽ. അപകട കാരണമറിയാൻ MMDയുടെ പ്രാഥമിക അന്വേഷണം തുടരുകയാണ്. SS ശരൺ തുടരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശം നൽകാൻ. SS ശരൺ, എന്തായാലും കേസ് എടുത്ത ശേഷം അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. ഇതിപ്പോൾ ഈ കപ്പലിലെ ജീവനക്കാർ രാജ്യത്ത് തുടരുന്നു എന്നാണോ മനസ്സിലാക്കുന്നത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം? ശ്രുതി, തീർച്ചയായിട്ടും അതായത് കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ കപ്പൽ ജീവനക്കാർ എവിടെയുണ്ടെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് നമ്മൾ ശ്രമിച്ചത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് കോസ്റ്റൽ പോലീസ് തന്നെ പറയുന്നത് കപ്പൽ ജീവനക്കാർ രാജ്യത്ത് തന്നെ തുടരുകയാണെന്നുള്ളതാണ്. നേരത്തെ രാജ്യം വിട്ടെന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നതാണ്. പക്ഷേ അത് നിഷേധിക്കുകയാണ് കോസ്റ്റൽ പോലീസ്. അവർ കൊച്ചിയിൽ DG ഷിപ്പിംഗിന്റെ നിരീക്ഷണത്തിലാണെന്നുള്ള വിവരം കൂടിയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും നമുക്കറിയാം, നേരത്തെ ഈ MSC എൽസ 3 കപ്പൽ അപകടവും ഉണ്ടായതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം കേസെടുക്കാത്തത് സംബന്ധിച്ചുള്ള വിവാദമൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ്. കപ്പലിനെ സംരക്ഷിക്കാൻ, കപ്പൽ കമ്പനിയെ സംരക്ഷിക്കാനുള്ള വലിയ ശ്രമം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന അതിന്റെ പേരിലാണ് കേസ് എടുക്കാത്തതെന്നുള്ള വിവാദമാണ് പ്രതിപക്ഷം ഉയർത്തുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇന്നലെ ഉച്ചയോടുകൂടി ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. അത് ഒരു CIT നേതാവിന്റെ പരാതിയിലാണ് ആ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നത്. ഇതിന് പിന്നാലെ പ്രധാനമായും കോസ്റ്റൽ പോലീസ് ചെയ്യാൻ പോകുന്നത് ആദ്യഘട്ടത്തിൽ പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഇന്ന് തന്നെ പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷം ഈ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ട പ്രധാനപ്പെട്ട 2 ഏജൻസികളാണ് നേരത്തെ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിരുന്നത്. ഒന്ന് നേവിയാണ്, ഇതിന് പുറമെ തന്നെ കോസ്റ്റ് ഗാർഡും. അങ്ങനെ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ട നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തും. ഇതോടൊപ്പം തന്നെയാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് MMD റിപ്പോർട്ടാണ്. അതായത് മെർക്കന്റൈൽ മറൈൻ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രാഥമിക അന്വേഷണം തുടരുകയാണ്. ഈ കപ്പൽ അപകടത്തിന്റെ കാരണം സംബന്ധിച്ചാണ് അവിടെ പ്രാഥമിക അന്വേഷണം തുടരുന്നത്. അങ്ങനെ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അതിൽ നിന്നുള്ള വിവരങ്ങൾ തേടാനും കോസ്റ്റൽ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. അതൊക്കെ വച്ചുകൊണ്ടായിരിക്കും ഈ കപ്പൽ ജീവനക്കാരെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ കേസിലെ 1-ാം പ്രതി എന്ന് പറയുന്നത് കപ്പലിന്റെ ഉടമയാണ്. 2-ാം പ്രതി കപ്പലിന്റെ മാസ്റ്ററാണ്. ബാക്കി 3 മുതലുള്ള പ്രതികളാണ് ഈ മറ്റ് ജീവനക്കാർ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ എല്ലാ ജീവനക്കാരെയും ചോദ്യം ചെയ്യാനുള്ള നീക്കം കോസ്റ്റൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരൺ, ഇതിലിപ്പോൾ ഈ കപ്പൽ കമ്പനിക്കെതിരെ കേസെടുക്കേണ്ട അതൊരു നഷ്ടപരിഹാര തുക സംബന്ധിച്ച കാര്യങ്ങളിൽ മാത്രം തീരുമാനമെടുക്കാം എന്നതായിരുന്നല്ലോ ആദ്യത്തെ ഒരു തീരുമാനം. അതിനുശേഷം പിന്നീടാണ് ഇപ്പോൾ കേസെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് അടക്കം എത്തുകയും ചെയ്തത്. ഇതിലിപ്പോൾ ഈ നടപടികളിലേക്കൊക്കെ കടക്കുമ്പോൾ അപ്പോൾ സസൂക്ഷ്മമായിരിക്കില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ. എന്തായിരിക്കും ഇനി അടുത്ത ഘട്ടം, അടുത്ത നടപടികളിലേക്കൊക്കെ കടക്കുന്നത്? തുടക്കത്തിൽ അത്തരത്തിലൊരു ആലോചന തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. അതായത് കേസ് എടുത്തുകൊണ്ട് ഈ എൽസ കമ്പനി എന്ന് പറയുന്നത് വിഴിഞ്ഞം തുറമുഖത്തിലെ പ്രധാനപ്പെട്ട ഇടപാടുകാരാണ്. അപ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല, മറിച്ച് ഈ ഇൻഷുറൻസ് വഴി നഷ്ടപരിഹാരം ഉറപ്പാക്കിയാൽ മതി എന്നുള്ള ഒരു ആദ്യഘട്ട തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ഇത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നു. പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളുടെയും സഭകളുടെയൊക്കെ തന്നെ വലിയ പ്രതിഷേധം ഉയർന്നതോടുകൂടിയാണ് ലത്തീൻ സഭ അടക്കം വലിയ പ്രതിഷേധം ഉയർത്തിയതിന് പിന്നാലെയാണ് കേസെടുക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിരിക്കുന്നത്. ഇനി സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അടുത്ത നടപടിക്രമങ്ങളൊക്കെ തന്നെ വളരെ ജാഗ്രതയോടുകൂടിയാണ് കോസ്റ്റൽ പോലീസ് നടത്തുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇന്നലെ FIR രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ ആദ്യപടിയായിട്ട് പരാതിക്കാരൻ്റെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇനിയുള്ള നടപടികൾ തന്നെ സാധാരണഗതിയിൽ ഇവിടുന്ന് കപ്പൽ ജീവനക്കാർ പോവുകയാണെന്നുണ്ടെങ്കിൽ, അവരുടെ രാജ്യത്തേക്ക് തന്നെ മടങ്ങി പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങളുണ്ട്. അതൊക്കെ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ അവർ കൊച്ചിയിൽ തന്നെ തുടരുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് DG ഷിപ്പിംഗിന്റെ നിരീക്ഷണത്തിലാണ്. DG ഷിപ്പിംഗിന്റെ തന്നെ അന്വേഷണം തുടരുന്ന, MMDയുടെ അന്വേഷണം തുടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ജീവനക്കാരോട് ഇവിടെ തുടരാൻ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം നിർദ്ദേശം നൽകിയെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇനി കപ്പൽ ജീവനക്കാരുടെ മൊഴിയെടുക്കുന്നത്, ചോദ്യം ചെയ്യൽ അടക്കമുള്ള എല്ലാ നടപടികളും വളരെ ജാഗ്രതയോട് കൂടി തന്നെയായിരിക്കും കോസ്റ്റൽ പോലീസ് നടത്തുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ശരി, SS ശരണാണ് വിശദാംശങ്ങൾ നൽകിയത്. ശരൺ, ഓക്കെ.